ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്നത്തെ എൻ്റെ ഒരു വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വാട്സാപ്പിൻ്റെ ഒരു പുതിയ ഒരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. അതായത് വാട്സാപ്പിൽ AI ഫീച്ചർ എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളൊരു ഫീച്ചറാണ് ഞാൻ ഇന്നൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോകുന്നത്. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. ഏതായാലും ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പുതിയ ട്രിക്ക് കാണിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. വാട്സാപ്പിൽ എങ്ങനെ നമ്മൾ AI ഫീച്ചർ എനേബിൾ ചെയ്യും എന്നുള്ള ഒരു ഫീച്ചറാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഇതിനൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ത്യൻ നമ്പർ വാട്സാപ്പിൽ ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മെറ്റയിൻ്റെ AI ഫീച്ചർ വന്നിട്ടുണ്ട്. UAE റീജിയനിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു വാട്സാപ്പ് ബിസിനസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത്, ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ത്യൻ നമ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന നമ്പറിൽ ഞാൻ വാട്സാപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത്, അപ്പോൾ ആ ഒരു AI ഫീച്ചർ അതിൽ വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വാട്സാപ്പ് ബിസിനസ്സിൽ ആ നമ്പർ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് നോർമൽ വാട്സാപ്പിലേക്ക് അത് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആ AI ഫീച്ചർ. ഏതായാലും നമുക്ക് വാട്സാപ്പിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നേരെ ഞാൻ വാട്സാപ്പിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഈ ഒരു വാട്സാപ്പ് ഇന്ത്യൻ നമ്പറിലുള്ള ഒരു വാട്സാപ്പല്ല, UAE നമ്പറിലുള്ള വാട്സാപ്പാണ്. അത് ഞാൻ സ്വിച്ച് ചെയ്യാൻ പോണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ സ്വിച്ച് അക്കൗണ്ട്സിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ലോഡിങ് നടക്കുകയാണ്. അതിന് ലോഡിങ്ങിന് ശേഷം ഇപ്പോൾ ഇത് ഇന്ത്യൻ നമ്പറിലെ വാട്സാപ്പിലേക്ക് ഇപ്പോൾ സ്വിച്ച് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ബ്ലൂ ലോഗോ കാണാം, ഒരു റൗണ്ടിലുള്ള ഒരു ബ്ലൂ ലോഗോ. അതിൻ്റെ അടിയിൽ സെൻഡ് മെസ്സേജസ് ഇട്ടാൽ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ബ്ലൂ ലോഗോൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ലോഡിങ് കാണിക്കും. ഇനി അത് അപ്പോൾ അതാ മെറ്റ AI ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെറ്റ AI വിത്ത് യാമ 3.1 ആസ്ക് മെറ്റ AI എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ഞാനിവിടെ പ്രസ് ചെയ്യുന്നു. ഫണ്ണി വേസ് ടു ലേൺ കോഡിങ്. അപ്പോൾ ഞാനിവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇനി അത് ടൈപ്പ് ചെയ്യുന്നു. കണ്ടില്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇത് AI ജനറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരണത്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ വേണമെങ്കിൽ റിയാക്ഷൻ കൊടുക്കാം, ഫീഡ്ബാക്ക് സബ്മിറ്റ്, പിന്നെ അതേപോലെ നമുക്കിവിടെ ഇമോജീസും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. നമ്മൾ നോർമലി എങ്ങനെ വാട്സാപ്പ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിലും ചെയ്യാം. ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നു ഹൗ ടു ബിക്കം എ ഗുഡ് ഡോക്ടർ. ഞാനിത് ട്രയൽ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ മെറ്റ AI നമുക്കിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു ഡോക്ടർ ആവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിലിപ്പോൾ അവർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്കും ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം ഗായ്സ്. ഞാനിപ്പോൾ ഈ കാണിച്ച ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ വീണ്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാവരും വയനാടിന് വേണ്ടി കുറച്ച് ധനസഹായം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കുറച്ചെങ്കിലും നിങ്ങളെ സൈഡിൽ നിന്ന് കുറച്ച് ധനസഹായം ആ ഒരു സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ പൈസ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപ 200 രൂപ നിങ്ങളെ കൊണ്ട് എത്രയും പറ്റാൻ പറ്റുമെന്നോ അത്രക്കും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു അഭ്യർത്ഥന. ഞാനൊരു വലിയൊരു വ്ളോഗർ അല്ലെങ്കിൽ പോലും എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്, ഞാനും സ്വരൂപിക്കാൻ നോക്കുന്നുണ്ട് എൻ്റെ
വർക്കിംഗ് ഏരിയയിൽ നിന്ന് ഞാൻ അഭ്യർത്ഥിക്കണ എല്ലാവരോടും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എങ്കിലും ആ വയനാടിന് നമ്മളെ കൈ കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു ധനസഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.